പണി പാളിയെന്ന് തോന്നുന്നു കേട്ടാ. എന്താ പറയണം? ഇവിടെ അപ്പൊ നീയൊക്കെയായിരുന്നല്ലേ? നിനക്ക് എന്തെൻ്റെ കസുകൂടാ? എൻ്റെ പിള്ളേർ പോകുമ്പോൾ എൻ്റെ വയറിനെ പറ്റി നീയൊക്കെ പറഞ്ഞത് തന്നെ. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഒറ്റയ്ക്ക് വരുമ്പോൾ നീക്ക് എന്തുകൊണ്ട് വിളിച്ചാൽ വയറം പാരുന്ന കുട വയറെന്നൊക്കെ വിളിച്ചോ, പ്രശ്നമില്ല. എൻ്റെ മക്കൾ വരുമ്പം നീയൊക്കെ വിളിച്ചാൽ കുഴപ്പമെന്നറിയാമോ? പിള്ളേർ വീട്ടിൽ വന്നിട്ട് എൻ്റെ വയറ് കുറയ്ക്കാൻ ശ്രമങ്ങൾ ആരംഭിക്കും. ഇവിടെ എനിക്ക് പഴയ പോലെ വയ്യടാ, ഈ വയറ് കുറയൂല, ദീപത്തിനാണ് കുറയൂല. പിള്ളേർ എന്ത് ചെയ്യുന്നറിയാമോ? വയറ് കുറയ്ക്കാൻ വേണ്ടി എന്നെ പട്ടിണിക്കിട്ട് കൊല്ലും. ഇല്ലെങ്കിൽ വല്ല ജിമ്മിലാ ഓടാനാ ചാടാനാ നീന്തലക്കുളത്തിലാ കൊണ്ടങ്ങെറിയും. എന്നെ കൊണ്ട് പാങ്ങില്ല, നേരെ വെയിച്ച് ചെയ്യാൻ വയ്യ. സൈറ്റിൽ പോലും നിൽക്കണം, വളരെ ദൈവത്തിനറിയാം. ഈ വയറ് കുറയില്ല, കുറയ്ക്കാൻ ശ്രമിച്ചാലും പറ്റൂല, നടക്കൂല. അടിക്കൂ? എപ്പോഴും ഇല്ല, വല്ലപ്പോഴും. പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചു തരാം കേട്ടാ. നീ വിളിക്കല്ലേ? ഇല്ല, ചെല്ല്. ശരി പറയണം. വിജയല്ല പറയണ. എന്താ ചേച്ചേ? എന്തായി? ചൊന്നടം പൊക്കെടുത്ത് ആദ്യം 2 കൊടുത്തു. നല്ല വരട്ട് തട്ടി കാല് പിടിച്ച് കരഞ്ഞവന്മാരി പറയും, മേലാൽ ഇത് ആവർത്തിച്ച പഴയ മൊട്ടമല സോറിയല്ലേ അല്ലടാ. ഇനി മിണ്ടല്ലോ മതി. സമ്മതിച്ചു ചേട്ടാ, എല്ലാം ഞാൻ കേട്ട് പറയപ്പുണ്ടായിരുന്നു കേട്ടാ. യേശു, വീട്ടിൽ പോയി പറയല്ലേ ഈ വേറെ അങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് പൊറോട്ട ഇറച്ചി വാങ്ങിച്ചു തരാം. പറ്റിക്കൂ? ഇല്ല. ഉറപ്പാണോ? വയറിൻ്റെ കാര്യമല്ലേ, പറ്റിക്കൂല. പോവാ. അച്ഛോ, അച്ഛനീ വയറ് കുറയ്ക്കാൻ ഉദ്ദേശമില്ലേ? അല്ല, നമ്മൾ ഈ ജീവിതത്തില് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ത്യജിച്ച അതിന്റെ റിസൾട്ട് കിട്ടും. എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം എന്റെ വയറാണ്. ത്യജിക്കാൻ എനിക്ക് പറ്റൂല. അയ്യ, ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.